ഡോക്ടർ ഭാർഗവൻ പിള്ള, BHMS. BHMS? അത് ഏത് നക്ഷത്ര? അതെ, ഡോക്ടറാണോ അലോപ്പതി ആണെന്നും അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ ആവശ്യമില്ല. പേരും നക്ഷത്രം മാത്രം കണ്ട് പറഞ്ഞാൽ മതി. തിരുവാതിരയല്ലേ നക്ഷത്രം? വഴിപാട് എന്താച്ചാ പറയാ. ശത്രു സംഹാര പൂജ. ഈശ്വര, ആ മനുഷ്യന് ശത്രുക്കളോ? എന്താ സുബലക്ഷ്മി ഇത്? മേന്നറിയാഞ്ഞിട്ടാ. സാധുക്കൾക്ക് ഇക്കാലത്ത് ശത്രുക്കള്. എന്നാലും നമ്മുടെ ഹോമിയോ ഡോക്ടറൊക്കെ ഉണ്ടാവോ? ആ നടക്കട്ടെ നടക്കട്ടെ. ദേവി, എന്റെ സങ്കടം കേൾക്കണം. ഭർത്താവ് ഡോക്ടറാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ചെയ്യുന്ന ജോലിക്ക് കൂലി വാങ്ങാൻ അറിയാത്ത ആള് ഡോക്ടർ ആയാലെന്ത്, കറവക്കാരനായാലെന്ത്? പിന്നെ അദ്ദേഹത്തെ മാത്രം കുറ്റം പറയുന്നത് ശരിയല്ല. നല്ല രീതിയിൽ അസുഖമുള്ള ഒരാളെ ഈ നാട്ടിൽ കാണാനുമില്ല. മറ്റു ഡോക്ടർമാരുടെ ഭാര്യമാരൊക്കെ അന്തസ്സായിട്ട് നടക്കണ കാണുമ്പോ ഈ നെഞ്ചിടിക്ക്. ദേവി, നീ ഇതൊന്നും കാണുന്നില്ലേ? എന്റെ പ്രാർത്ഥനയായിട്ട് അവിടെ നിന്ന് പരിഭവിക്കൊന്നും വേണ്ട. ഇനിയിപ്പോ അവിടെ നിന്ന് വല്ല ഹാർട്ട് അറ്റാക്കോ ക്യാൻസറോ ഒക്കെ ഈ നാട്ടുകാർക്ക് ഉണ്ടാക്കിയിട്ടും ഫലമൊന്നുമില്ല. അവര് പട്ടണത്തിൽ നല്ല നല്ല ഡോക്ടർമാരെ തിരക്കി പോവും. അതുകൊണ്ട് അവിടെ നിന്ന് കണ്ണടച്ചിട്ട് ഒരു പാവം ഹോമിയോ ഡോക്ടർക്ക് കുടുംബത്തിന് അല്ലലില്ലാതെ ജീവിക്കാൻ. വിട്ടുമാറാത്ത ചുമയോ വാദസംബന്ധമായ രോഗങ്ങളോ എന്താന്ന് വച്ചാ ഈ ഉള്ളവൾക്ക് സന്തോഷാവും. ശ്വാസം കിട്ടാതായിരിക്കണു. ശേഖരേട്ടോ, നമ്മളെ മരിച്ചുപോയ പണിക്കരുടെ ഭാര്യയ്ക്ക് വലി വിളകിന്ന്. നേത്രാത്ത ദാക്ഷായണിയമ്മ മഞ്ഞന്റെയാ. കരിയില കൂട്ടി തീയിട്ട് കാഞ്ഞാ മതി, മാറിക്കൊള്ളു. കരിയിലിട്ടേ ചേട്ടനാദ്യം വെള്ളം തിളപ്പിച്ചു കൊടുക്കി. ഈ ചുമന്ന് പറട്ടെ. ഇത്രയും ദൂരം ഞാൻ വെപ്രാളം പിടിച്ച് വന്നേ ഈ ഉപദേശം കേൾക്കാൻ വേണ്ടിയൊന്നുമില്ല. ആ ചക്കര വിളിച്ച് വണ്ടി എടുക്കാൻ പറയുന്നു. ഉണ്ടാ എന്താ രാജപ്പാ? എടാ സുധി, നീ ഒന്ന് പെട്ടെന്ന് വന്നേ. നീ വണ്ടി പോകാൻ മേപ്രാത്തൊക്കെ ഇട്ടെ, അത്യാവശ്യമാണ്. വാ, നിങ്ങൾ നീ റെഡിയായി വരുമ്പോഴേ അവരെ മേലോട്ട് എടുക്കും. നീ വണ്ടി എടുത്തേ. മോളെ താക്കോലി താക്കോലി. അതെ, എങ്ങനെയാ? വിട്ടോ വിട്ടോ വിട്ടോ. അവിടെ പുറത്തേക്ക് എടുത്തോ, വണ്ടി എത്തി. റിവേഴ്സ് റിവേഴ്സ്. എല്ലാവരും എന്താണ് നീ നോക്കിക്കണത്? വണ്ടി എടുക്കടാ. നീ എന്താ കളി കണ്ടിക്കണ? എടാ ഓട്ടോ വണ്ടി എടുക്കാൻ. നോക്കി നിക്കല്ലേ, വണ്ടി എടുക്കാൻ വണ്ടി വലിച്ചു. ദാക്ഷായണിയമ്മ കയറിയിട്ടില്ല. ദാക്ഷായണിയമ്മ കയറിയില്ലേ? അയ്യോ, ചേച്ചി പലക്ക് തന്നെ ഇരിക്കണ. ആരെങ്കിലും മരിക്കാൻ കിടക്കുമ്പോ വരുന്ന വണ്ടി കയറാൻ നേരത്തുള്ള ആക്രമണം. ചേച്ചി ചേച്ചി ഒന്ന് പൊന്നി തന്നെ. എടാ, നേരെ ഹോമിയോ ഡോക്ടറെ വീട്ടിലേക്ക് ഇട്ടോട്ടാ. ആ മിഠായി ഗുളിക കാണുമ്പോ തന്നെ ഈ മിഠ മാറിക്കോളൂ. ചേച്ചി ഇത്ര വിളയും കൂട്ടിട്ടെ. സുധി ലൈറ്റ് ഇട്ടോ. ഇവിടെ 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 അവിടെ ഡോക്ടറെ ഡോക്ടറെ. ചേച്ചി ഡോക്ടറല്ലേ? കേറി വാ. എന്റെ ദേവി. ഭാർഗവേട്ടാ, 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 ഭാർഗവേട്ടാ. ഈ
മനുഷ്യ ഇത് ഇവിടെ പോയി കിടക്കുന്നു. ഭാർഗവേട്ടാ, അച്ഛനെ കണ്ടോടാ? ഇല്ല. അയ്യോ, അച്ഛനും മക്കളും കണക്കാ. ഭാർഗവേട്ടാ, 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 10 വെളുപ്പിന് പോയി കിടന്ന് തല തല്ലി കരഞ്ഞിട്ടോ 5-6 വീട്ടുമുറ്റത്ത് എത്തിക്കാൻ കഴിഞ്ഞത്. അപ്പോഴാ ഇവിടെ ഒരു ഒളിച്ചു കളി. ഭാർഗവേട്ടാ, ഞാൻ ദേ ഇവിടെ നിൽപ്പുണ്ട്. നീ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട്. എനിക്ക് നിന്നെ പൊരിച്ചു തിന്നാനോ നിന്റെ മുട്ടയെടുത്ത് പുഴുങ്ങി തിന്നാനോ അല്ല. നിന്റെ ഇടതേ കാലിന്റെ ഞരമ്പിലെ എന്തോ ഒരു കുഴപ്പം ഞാൻ കാണുന്നുണ്ട്. അതെ, ഞാനും ഒരു കുഴപ്പം കാണുന്നുണ്ട്. പക്ഷേ അത് നിങ്ങളുടെ തലയ്ക്കാ. സുബ്ബലക്ഷ്മി നമ്മുടെ കോഴിയുടെയാ. ഒന്ന് നിർത്തുന്നുണ്ടോ? അവിടെ പേഷ്യൻസ് വന്നിരിക്കുമ്പോഴാ. എന്താ പറഞ്ഞേ? അവിടെ പേഷ്യൻസ് വന്നിരിക്കുന്നു. പേഷ്യൻസോ? അതെ, അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്. ഈശ്വരന്മാരെ, അറിയാതെ ഒരു മുള്ളു പോലും ആരുടെയും കാലിൽ കൊള്ളരുതേ എന്ന് ദിവസവും 2 നേരം മുടങ്ങാതെ അപേക്ഷിച്ചിട്ടും നീ എന്റെ പ്രാർത്ഥന തള്ളിയില്ലേ? അതെ, തള്ളി. കാരണം എന്റെ പ്രാർത്ഥന ഇവിടെ ആരെങ്കിലും കേൾക്കണമല്ലോ. വാ മനുഷ്യ. ആ കോഴി കോഴി ദാക്ഷാണിയമ്മ ഇരുന്നാട്ടെ. ഇരിക്കൂ അമ്മേ, ഇരിക്കിരിക്കി. ഇരിക്കൂ. സാരല്ല, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. മാവേലി വന്ന പോലെ വല്ലപ്പോഴും വന്നിരുന്ന പലിവാണേ. ഇപ്പൊ ലോൺ അടക്കാത്ത ബാങ്കിൽ നിന്ന് ഇടക്കിടക്ക് ആഫീസർമാര് വന്ന പോലെയാണ് വന്നത്. ജപ്തി ഒട്ട് നടക്കണമില്ല. ആ, എന്താ പേര് പറഞ്ഞേ? ഡോക്ടർക്ക് എന്നെ മനസ്സിലായില്ലേ? ഉവ്വ് മനസ്സിലായി, അതുകൊണ്ടാ ചോദിച്ചത്. എന്താ പേര് പറഞ്ഞേ? ഞാൻ രായപ്പൻ. ആ, രാജപ്പൻ കുറച്ച് അങ്ങോട്ട് നീങ്ങി നിന്നോളൂ. അല്പം കൂടി ശ്വാസം വലിച്ചു വിടൂട്ടോ. ഇനിയും വലിച്ചു വിട്ടാ ഉള്ളതും കൂടി പോട്ടാ. ഹോ, വായു ഒന്ന് തുറന്നോളൂ. ആ, വായു ഒന്ന് തുറക്കൂ. കഷ്ടം, നേരം വെളുത്തിട്ട് തള്ള വാ പൂട്ടിട്ടില്ല. ഇനിയും തുറക്കാൻ പറഞ്ഞാലേ അടക്കൂലട്ടാ. അതാ സാധനം. നമസ്കാരം. ഈ മുറിന്ന് നീ പുറത്തു പോണോ അതോ ഞാൻ പുറത്തു പോണോ? പെട്ടെന്ന് ഉത്തരം പറയണമെന്നില്ല. അതുവരെ ഞാൻ ഇവിടെ ഇരുന്നോളാം. ഞാൻ പോണല്ലേ നല്ലത്. ആ, ഓക്കെ, അതാണല്ലോ എന്റെ ശരി. എന്താ ചെയ്യ? വന്നല്ല. 3 നേരം മുടങ്ങാതെ കഴിക്കണം. ഇപ്പൊ ഭേദം തോന്നുന്നില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ വന്ന എല്ലാം ഭേദാവുന്നു. നടക്ക്. അത് ശരിയാ, പക്ഷെ രാജപ്പനെ ഡോക്ടർക്ക് പിടിച്ചില്ല. അല്ലേലും ആരോഗ്യമുള്ള ആൾക്കാരാ ഡോക്ടർമാർക്ക് പണ്ടേ ഇഷ്ടമല്ലല്ലോ. അല്ലേ ദാക്ഷാണിയമ്മേ? ദാക്ഷാണിയമ്മേ, രാജപ്പൻ കൈ പിടിക്കുന്ന എനിക്ക് തീരെ ഇഷ്ടമല്ല. വിശാലം, നീ പിടിച്ച രാജപ്പനെ പണ്ട് എനിക്ക് ഇഷ്ടമില്ലാന്ന് നിനക്ക് അറിഞ്ഞൂടാ? ആഹാ, ദേ തള്ളേ അവിടെ നിന്ന്. അതെ, തള്ള കൊള്ളാല. ഊത്തുമിഴിഞ്ഞിട്ടേ എന്നും പറഞ്ഞ് ബില്ല് പോലെ കട്ടിലുമ്പോ കണ്ടപ്പോഴേ ആരും ഉണ്ടായില്ലല്ലോ. അന്നേരം ഈ രായപ്പം വേണമായിരുന്നല്ലേ. ഇപ്പൊ രായപ്പം വെറും കറി വേപ്പല. ഒന്ന് അടങ്ങി രാജപ്പ, അമ്മ വെറുതെ തമാശ പറഞ്ഞതല്ലേ? ഞാൻ കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. നീ നടക്കടി. നടക്ക്. തള്ളേ, വാവും മഞ്ഞൊക്കെ ഇനിയും വരൂട്ടാ. അപ്പോഴേ രാജപ്പന് ഈ ചുറ്റോട്ടത്തൊക്കെ തന്നെ ഉണ്ടാവേ. വിളിക്കാനേ ആളാഴ്ചക്ക്. ഇനി എന്റെ മുഖത്തോക്കി വാ പൊളിച്ചാണ്ടല്ല അണ്ണാക്കിലെ ഓലപ്പടക്കം വെച്ച് പൊട്ടിക്കും. അല്ലേലും ഈ ഭൂമിയിൽ വലിവുള്ള ഒറ്റ വിശ്വസിക്കാൻ പറ്റൂല. ആ, മക്കള് റെഡി ആയില്ലേ? വേഗം കഴിക്കേ. ഏയ്, ഇത് എന്തിനു ചിരിക്കണേ ആവോ? ഇരിക്കൂ, ഭക്ഷണം കഴിക്കാം. ഇപ്പൊ വേണോ? ഞാൻ മക്കളെ കൊണ്ടുപോയി വിട്ടിട്ടെത്താം. പ്രഭാത ഭക്ഷണം ബ്രെയിൻ ഫുഡ് ആണെന്ന് നാഴികയ്ക്ക് 40 വട്ടം എന്നെ മക്കളെ പഠിപ്പിക്കുന്ന ആളായത്. അത് മറക്കണ്ട. ബ്രെയിൻ ഇല്ലാത്ത എനിക്ക് എന്തിനാ സുബ്ബലക്ഷ്മി ഫുഡ്? അല്ലേ മക്കളെ? ഭാർഗവേട്ടന് ഒരു കാര്യം. ഇരിക്കൂ. തന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്നുള്ള ഭാർഗവേട്ടന്റെ ഈ ധാരണയെ ഒക്കത്തിനും കാരണം. കഴിക്കൂ, ഞാൻ ദാ വരുന്നു.
എന്താ മക്കളെ ഇന്ന് അമ്മയ്ക്ക് പതിവില്ലാത്തൊരു സ്പീഡ്? ഞങ്ങൾക്കും തോന്നാതിരുന്നില്ല അല്ലടാ. ആ, ഞാൻ ഇന്നാളും ചോദിച്ചിട്ട് നീ ഉത്തരം പറഞ്ഞില്ല. നിനക്ക് വലുതാവുമ്പോ ആരാവണമെന്ന ആഗ്രഹം? എഞ്ചിനീയർ, പോലീസ് ഇൻസ്പെക്ടർ, ഡോക്ടർ, പിന്നെ എന്താ ആഗ്രഹം? എനിക്കൊന്നും ആവണ്ട അച്ഛാ. എനിക്കിവിടെ ഉണ്ടും ഉറങ്ങിയും കളിച്ചും ചിരിച്ചും അങ്ങനെ മേഞ്ഞാ മതി. അച്ഛാ, അച്ഛാ, അമ്മേ, അച്ഛമ്മേ, അമ്മേ, ദേ അച്ഛൻ. അയ്യോ എന്താ ഭാർഗവേട്ടാ? ചെറുതായിട്ടൊന്ന് ഷോക്ക് അടിച്ചതാ. അച്ഛന് ഷോക്ക് അടിച്ചതാ. ഇതെന്താ പതിവില്ലാതെ പാലൊക്കെ? പതിവില്ലാത്തത് ചിലതൊക്കെ സംഭവിച്ചെന്ന് വെച്ചോളൂ. ഞാൻ വിളിച്ചാലും ദൈവം വിളി കേൾക്കും ഭാർഗവേട്ടാ. കളിയാക്കണ്ട ഭാർഗവേട്ടാ. വനിത കണ്ടോ? ആ കുട്ടിയുടെ അസുഖം മാറിയതല്ലേ, പിന്നെ വന്നോ? ആ വനിതയല്ല, വനിതാ മാഗസിൻ. ഓ, അതില് ഒരു ഹോമിയോ ഡോക്ടറെ കുറിച്ചുള്ള ഒരു ഫീച്ചർ ഉണ്ടായിരുന്നു. ഭാർഗവേട്ടന്റെ അതേ പ്രായം, അതേ റാങ്ക്. നാഡീ സംബന്ധമായ അസുഖങ്ങളിൽ ഭാർഗവേട്ടനുള്ള അതേ കൈപുണ്യവും ജ്ഞാനവും തന്നെയാ അദ്ദേഹത്തിന്റെ യോഗ്യതയും. ആളിപ്പോ ചില്ലറക്കാരനൊന്നുമല്ല. കോഴിക്കോട് 4 നിലയുള്ള ഹോസ്പിറ്റല്, തിരുവനന്തപുരത്ത് വേറെയും, ചെന്നൈയിലും കൽക്കട്ടയിലും ബാംഗ്ലൂരിലും ക്ലിനിക്കുകൾ. ബെൻസ് കാറിലാണ് പോലും പുള്ളി ഇപ്പൊ സഞ്ചരിക്കുന്നത്. അതാരാണെന്നാ നിന്റെ വിചാരം? പീലിപ്പോസ്, എന്റെ ക്ലാസ്മേറ്റ്, എന്റെ കൂടെ ഒരുമിച്ച് പഠിച്ച് എന്നെ കോപ്പി അടിച്ച് ജയിച്ചു പോയവൻ. അതാ ഇപ്പൊ വലിയ കാര്യം. അതെ, അതിലൽപ്പ കാര്യമുണ്ട്. പെരുവിരൽ മുതൽ തലനാടിട വരെ പരിശോധിച്ച് അവർക്ക് വേണ്ടുന്ന മരുന്നും കൊടുത്ത് 20 ഉലുവ വാങ്ങുന്ന ഭാർഗവേട്ടന്റെ ശീലം ഒന്ന് അവസാനിപ്പിക്കണം. 100-150 രൂപ ഫീസ് വാങ്ങുന്നവരെ കാണുന്നില്ലേ ഭാർഗവേട്ടൻ? സുബലക്ഷ്മി, നീ വിചാരിക്കുന്നത് പോലെ ഒരു കച്ചവടക്കാരനാകാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്റെ അടുത്തേക്ക് രോഗികൾ വരുമ്പോ എനിക്ക് ആശ്വാസമല്ല ഉണ്ടാകുന്നത്, പ്രയാസ. അവർക്ക് ഞാൻ നൽകുന്ന ശുശ്രൂഷ അതെന്റെ പ്രാർത്ഥനയാണ്. നിന്നെയും മക്കളെയും മലയില്ലാതെ പോറ്റാൻ എനിക്ക് കഴിയുന്നുണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. ഒരു പ്രാർത്ഥനയും ശുശ്രൂഷയും. നിങ്ങൾ എന്താ പെന്തക്കോസ്തുകാരനാ? ഒരു കാര്യം ഭാർഗവട്ട ഓർത്തോ, ഈ കാലഘട്ടത്തിൽ വെറും 20 രൂപയ്ക്ക് പണിയെടുക്കുന്ന ഒരേ ഒരാൾ ഈ ലോകത്ത് ഭാർഗവട്ടം മാത്രമായിരിക്കും. ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരിക്കുള്ളൂ. ആ, ഇറങ്ങ മക്കളെ, ബാഗ് എടുക്ക്. ആ, ശേഖര, ഞാൻ വണ്ടി ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ദിവസം എന്നോട് പറയണോ? ഡോക്ടർ പറഞ്ഞ പീഡിയ പൂട്ടി ഞാൻ തന്നെ അവന് നൽകിയില്ലേ? ഡോക്ടറെ, ധൃതിയിലെ കടവത്തേക്ക് പോയിട്ട് ഒരു കാര്യമില്ല. വള്ളം അരമണിക്കൂർ ലേറ്റാ. ലേറ്റാ? മണി 9 കഴിഞ്ഞു. കുട്ടികൾക്ക് സ്കൂളിൽ പോണ്ടേ? അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. നമ്മുടെ സ്വന്തം കള്ളൻ പൂട്ടൂരിക്ക് പുഷ്പനെ ജയിലിൽ നിന്ന് വിട്ടു. പുഴക്കരങ്ങാണ്ട് എത്തിയിട്ടുണ്ടെന്നാ കേൾക്കുന്നേ. അവനേതോ രാഷ്ട്രീയ പാർട്ടി ചേരാൻ പോകുന്നെന്നോ മന്ത്രിയാവാൻ പോകുന്നെന്നോ ഒക്കെ കേൾക്കുന്നുണ്ട്. എന്റെ ഈശ്വര, അപ്പൊ പെട്ടതൊന്നുമല്ല പാട്, പെടാനിരിക്കണേ ഉള്ളൂ അല്ലേ? വാ മക്കളെ, വാ. എന്നതാണ് രാവിലെ തന്നെ ഡോക്ടറുടെ മുഖത്തൊരു വൈഷമ്യം? അതാ പൂട്ടൂരിക്ക് പുഷ്പന്റെ കാര്യം പറയായിരുന്നു. എന്താണ് മുതലാളി നിങ്ങളുടെ ഗൾഫാന്റെ മുഖത്തൊരു തെളിച്ചില്ലായ്മ? മിന്നുകെട്ട് കഴിഞ്ഞ ശേഷം ആദ്യത്തെ മടക്കമല്ലേ പുണ്ണി. ലീവ് കഴിഞ്ഞിട്ടും ചെക്കന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഒരു മടി. ഇപ്പൊ എന്റെ നിർബന്ധത്തിലാ പോക്ക്. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ? 9:30 കഴിഞ്ഞ സ്കൂൾ ബസ് പോവും. ഈ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ എത്താൻ പറ്റാണ്ടാവോ? മുന്നും പിന്നൊന്നും നോക്കാനില്ല. ആദ്യം വരുന്ന വള്ളത്തിൽ സ്കൂൾ കുട്ടികളുണ്ട് പോട്ടെ. ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നോ? ഈ കഷ്ണങ്ങളെല്ലാം ഓടി സ്കൂളിലോട്ട് എന്നിട്ട് എന്തുണ്ടാക്കാനാ? മല പറിക്കാനാ? 11 മണിക്ക് വിമാനത്താവളത്തിലെത്തണം, 12:30 വിമാനം പറക്കും. ആഹാ, കളിച്ച കാര്യമൊന്നുമല്ല. അതിൻ്റെ ഇടയ്ക്ക ചൂളുകുട്ടിയോളൂ. എടോ റപ്പായി മുതലാളി, ഈ നിൽക്കുന്ന നിങ്ങളുടെ മകൻ ഇവിടുന്ന് ഇപ്പൊ ധൃതിയിൽ വിമാനത്തിൽ കയറി ദുബായി ചെന്ന ഷെയ്ഖിന്റെ ഡ്രൈവർ ആവാനല്ലേ പറ്റുള്ളൂ. ഈ മക്കള് കൃത്യമായിട്ട് സ്കൂളിൽ ചെന്ന ഇവർക്ക് ഇന്ത്യൻ പ്രസിഡന്റ് വരെ ആവാം. ദേ, കൈയടിക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ.
വരുന്ന വഴിയായിരിക്കും. അതെ, സുഖം തന്നെയല്ലേ? അതിന് ഞാൻ ഗൾഫിൽ നിന്ന് വരെയല്ല. ഓ, ബസ് പോവും മോളെ, വേ നടക്ക്. അടി ഇടി ഒന്നും പേടിച്ചിട്ടല്ല, കേറി മോഷ്ടിക്കാതെ ഇരിക്കുമല്ലോ, അതൊരു സമാധാനം. ദാ. അയ്യോ, സന്തോഷായി. ഇനി കാശ് വയ്ക്കേണ്ട കാര്യമില്ലല്ലോ. അയ്യോ പുഷ്പ, ഒന്ന് വേഗം ഓടിവാ. ആ പഴയ സൈക്കിൾ എടുത്തോണ്ട് പോയി, അതിന് ബ്രേക്കും ഇല്ല. അതിനിപ്പോ അവനും ബ്രേക്കില്ലല്ലോ, ഇനി അനുഭവിക്കന്നെ. സ്വർഗത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം. പ്രേമവതിയാമിൻ പ്രിയ കാമുകി താമസിക്കും ഗ്രാമം. ഊരിയ വാളിൽ ചോരയിൽ മുക്കി ചരിത്രമെഴുതും ഞാൻ. ഞാൻ നിന്നെ പ്രേമിക്കുന്നു മാൻകിടാവേ, നീയിൽ പാതി പകുത്തു തരൂ, മനസ്സിൽ പാതി പകുത്തു തരൂ മാൻകിടാവേ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു. അയ്യോ, ബ്രേക്ക് പോയി. അയ്യോ, ബ്രേക്കില്ല. അയ്യോ, അയ്യോ, ഞാനിപ്പോ ഈ ചെളി മുങ്ങിച്ചാവും. മദ്യവർജക സംഘം പ്രസിഡന്റായിട്ട് ആ ഡോക്ടർ തന്നെ ഇരുന്നോട്ടെന്നേ. അല്ലെങ്കിൽ നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനമൊക്കെ മതി. ഈ കഴിഞ്ഞ കമ്മിറ്റി തന്നെ എന്തൊക്കെയാ പറഞ്ഞേ? മുതലൊന്നും അല്ലടാ, ഞാൻ പുഷ്പൻ, ഓട്ടോരിക്ക് പുഷ്പൻ. വാ വാ വാ, നമുക്ക് നോക്കാം. രക്ഷിക്കടാ. അയ്യോ, നമ്മുടെ പുഷ്പൻ. പുഷ്പൻ എന്താ പുഷ്പ, ഇത് എങ്ങനെ സംഭവിച്ചു? എന്നാ പുഷ്പ അല്ല പുഷ്പേട്ട, എന്നാ പറ്റി? സ്നേഹം പ്രകടിപ്പിക്കാതെ എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു. ഞാൻ ഈ ചെളി മുങ്ങിച്ചാകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തു പ്ലീസ്. അതായത് പുഷ്പ, ഞങ്ങളിറങ്ങി രക്ഷിക്കാന്നുള്ളത് ഒരു അല്പ ബുദ്ധിമുട്ടാ. മറ്റൊന്നും കൊണ്ടല്ല, പരസ്പരം ചെളി വാരി തേച്ചോണ്ടുള്ള പരിപാടിയൊന്നും വേണ്ടെന്നാ മേൽത്തട്ടി എന്നുള്ള നിർദ്ദേശം. ചാകാൻ പോകുന്നവനെ രക്ഷപ്പെടുത്തരുതെന്ന് നിങ്ങളുടെ പാർട്ടി പറഞ്ഞിട്ടില്ലല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. എന്നെ ഒന്ന് രക്ഷിക്കടാ. അല്ല, എന്തായാലും വീണ് പോയില്ലോ പുഷ്പേട്ട, കുറച്ചു നേരം അവിടെ കിടക്ക. ഞങ്ങൾ ഇതിനെ പറ്റി ഒന്ന് കൂടി ആലോചിക്കട്ടെ. നിങ്ങളിങ്ങ് വന്നേ. അതായത് ഈ ഗ്രാമത്തിലെ ആസ്ഥാന ഗായകൻ എന്ന നിലയ്ക്ക്, ആസ്ഥാന കള്ളൻ എന്ന നിലയ്ക്ക് ഇയാളെ രക്ഷപ്പെടുത്തിയില്ലെങ്കിലോ അത് മോശമല്ലേ? അതെ, എന്താ നമുക്ക് മറ്റേ പരിപാടി അങ്ങനെ ചെയ്താലോ? ഇവിടെ ഇട്ട് മൂടാന്നോ? അല്ലാതെ പിന്നെ? വേണ്ട വേണ്ട വേണ്ട, ഈ വെള്ളം ചീത്തയ്യല്ലേ. ഇപ്പൊ ഞാൻ വീണേനെ. കാലം വന്ന് കയറുമായിട്ട് നിൽക്കുമ്പോഴാ അവന്റെ ഒക്കെ ഒടുക്കത്തെ ഒരു ഗ്രൂപ്പ് ചർച്ച. ഈശ്വര, ഇവന്മാരെ തന്നെ ഈ സമയത്ത് നീ ഇവിടെ കൊണ്ട് എത്തിച്ചല്ലോ. എന്നാലും പുഷ്പ, അടിസ്ഥാനപരമായി ഞങ്ങളുടെ തീരുമാനം ചെളിയിൽ ഇറങ്ങണ്ട തന്നെയാണ്. അതെ, എന്നാലും പുഷ്പേട്ടനോടൊരു പ്രത്യേക പ്രകടനം വെച്ച് ഒരു പിടിവള്ളിയെ കൊണ്ട് ഇട്ട് തരും. അതേ പിടിച്ചും കേറിക്കോണോ? എന്തു പണ്ടാരെങ്കിലും ചെയ്ത് എന്നെ ഒന്ന് കരകയറ്റടാ. ആ എടാ, അതെ, അതും എടുത്തോണ്ട് വന്നേ. ആ മടല് തന്നെ എടുത്തു. കേട്ടാവേ. ആ പിടിച്ചേ, അതിന്റെ അറ്റത്ത് പിടിച്ചോ. ആ മതിയെ. ആ പോർച്ചകട. ആ പോർട്ടെ പോർച്ചകട. ആ പോട്ടെ. കേറി പോയോ? ഇല്ലേ, കരയൊന്നും വേണ്ട. ഇങ്ങനെയുള്ള അബദ്ധം ഏതൊരു പോലീസുകാരനും പറ്റും. ഒരുപാട് നന്ദിയുണ്ട്, ഒത്തിരി നന്ദിയുണ്ട്, ഒരിക്കലും മറക്കാതെ നന്ദിയുണ്ട്. എടാ, ഇത്രയെങ്കിലും പ്രത്യുപകാരം നിന്നോടൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിൽ ദൈവം തമ്പുരാൻ എന്നോട് പൊറുക്കില്ല. ഇപ്പൊ നേതാവിന് ശരിക്കും വയറ് പറഞ്ഞല്ലോ. യഥാർത്ഥ സാമൂഹിക സേവനം ഒരുത്തരം ചെയ്യാൻ പാടില്ല. ഇന്ന് കുടുംബം പട്ടിണിയായല്ലോ പടച്ചോനെ. പോ അവിടുന്ന്. ഇത് പാലക്കിയാ പോകും.